തീമോഥെയോസ് 4:16 വാക്യം എന്റെ ശ്രദ്ധയിൽ വളരെ ശക്തമായ ദൈവാത്മാവ് കൊണ്ടുവന്നു. And this Holy Spirit asked me to speak from 1 Timothy chapter 4. സാധാരണഗതിയിൽ ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ അല്പം വ്യത്യസ്തമായ ഒരു ബൈബിൾ എക്സ്പോസിറ്ററി വേയിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അല്പമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. The way that I would like to share this with you is in a teaching method today. ആ വാക്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നോക്കാം. Let us look at that verse. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വാച്ച് യുവർ ലൈഫ് ആൻഡ് ഡോക്ട്രിൻ ക്ലോസ്ലി. Watch your life and doctrine closely. നിന്നെയും നിന്റെ ഉപദേശത്തെയും ശ്രദ്ധിക്കുക. Watch your life and doctrine closely. Praise the Lord. അത് നമ്മളെ NIV-യിലൊക്കെ ഡോക്ടറിൻ ഉണ്ട്. എന്നാൽ കിങ് ജെയിംസ് വേർഷനിൽ എവിടെ നോക്കിയാലും ആ കോണ്ടസ്റ്റ് എഴുതിയിരിക്കുന്ന ഡോക്ടറിൻ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Wherever you examine in the Word of God in the King James version, you see that word doctrine written many times. നമുക്ക് എല്ലാവർക്കും ഡോക്ടറിനെ കുറിച്ച് ഉപദേശത്തെ കുറിച്ച് അറിയാം. We all know about what the doctrines are. അപ്പോസ്തലികമായ സഭ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സഭ കെട്ടിപ്പണിതിരിക്കുന്നത് 5 അടിസ്ഥാനത്തിന്മേലാണ്, അപ്പോസ്തലിക ഉപദേശത്തിന്മേലാണ്. We know that the church, the foundation that has been laid for it, has been built upon 5 different doctrines. ചില നാളുകൾക്ക് മുമ്പേ കർത്താവിദാസന് ചില പോയിന്റ്സ് ഒക്കെ അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഇടയായി തീർന്നല്ലോ. The last few days we heard from the sermon of God about these few. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഈ 5 ഉപദേശം 7 ഉപദേശങ്ങൾ നല്ലോണം അറിയാവുന്നവരാണ്. For each and every one of us, we know what these 5 or 7 doctrines കാരണം നാം are. രക്ഷിക്കപ്പെട്ട് ഇങ്ങ് വരുമ്പോഴേക്കും നമ്മെ ആദ്യമായി പഠിപ്പിക്കുന്ന ഈ അടിസ്ഥാന ഉപദേശങ്ങളാണ്. The reason why, because as soon as we are saved, this is what is being taught to us. ഉപദേശം മുഴുവനും അരച്ച് കലക്കി കുടിച്ച് പഠിച്ചതുകൊണ്ട് praise the Lord നാം വിശ്വാസത്തിൽ നിൽക്കുന്നില്ല. Because we know the doctrine so well, we are unable to stand for the faith of God. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇന്ന് കാലം പ്രാർത്ഥനയോടെ ഇരിക്കണം. I want all of your attention here. ഇവിടെ വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ സ്വന്തം മകനെ പോലെ അഭിസംബോധന ചെയ്തിട്ട് പറയാണ്, മകനെ തീമോഥെയോസേ എന്നൊക്കെ വിളിക്കുന്ന ഭാഗങ്ങളുണ്ട്. And there are many portions in this book we see that Paul considers Timothy as his own son, says that, "Oh son, നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക." and why don't you keep closely yourself, your life and the doctrine. ഞങ്ങൾക്ക് ബൈബിൾ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എല്ലാ വർഷവും വിടുമ്പോൾ And when we teach students in the Bible school, പ്രത്യേകിച്ച് ഈ ഡോക്ട്രിൻസ് തീർച്ചയായും പഠിപ്പിച്ചിരിക്കും. we always teach them these doctrines. അവരോട് തീർച്ചയായും പറഞ്ഞിരിക്കും, നിങ്ങൾ ഈ അപ്പോസ്തലിക ഉപദേശം വേണം പഠിപ്പിക്കുക. And we always tell them, teach these doctrines to others. എന്നാൽ അതിനുപരിയായിട്ടൊരു കാര്യം ഇവിടെ നാം കാണുന്നുണ്ട്. Above that, we see something else ഈ here. ഉപദേശത്തെ പ്രൊട്ടക്ട് ചെയ്ത് നീ സൂക്ഷിച്ചോ. And you have to preserve this doctrine. അത് വളരെ ക്ലോസ് ആയിട്ട്, അത് വളരെ ഒരു കണ്ണാടി കൂടിന്മേൽ ഇതെല്ലാം എഴുതി നല്ല രീതിയിൽ അതിനെ നമുക്ക് കീപ്പ് ചെയ്യോ. And why don't we keep it on the window of our hearts? എന്നാൽ നിന്റെ ജീവിതത്തെ നീ സൂക്ഷിച്ചില്ല എങ്കിൽ ഈ ഉപദേശം കൊണ്ട് നിന്റെ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവും. Even though you have all this knowledge of the doctrine, if you do not preserve your life, there is no use. നിന്റെ ഉപദേശം നിന്നെ നീ സൂക്ഷിച്ചാൽ, And if you preserve your life, നിന്റെ ഉപദേശത്തെ നീ കീപ്പ് ചെയ്താൽ, if you preserve your doctrine, അങ്ങനെ നീ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. and if you do so, you will save yourself and the people who will hear you. ഒരു സ്റ്റെപ്പോട് ഇറങ്ങി പറയാം, ഒരു പക്ഷേ നിന്റെ സുവിശേഷം കേട്ട് അനേകം രക്ഷിക്കപ്പെടും. പക്ഷെ നീ നിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ നീ അക്കരെ നാട്ടിൽ എത്തുകയില്ല എന്ന് ഇന്ന് ഞാൻ ധൈര്യമായി പറയുകയാണ്. Let me tell you one thing here. If you speak, maybe some people might be saved, but if you do not preserve your life, you will not see a shore. നമ്മളെക്കാളൊക്കെ ബൈബിൾ പ്രസംഗിക്കാൻ നല്ലവണ്ണം പറഞ്ഞു തരാൻ കഴിവുള്ള അനേക കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അനേക നല്ല വാഗ്മികളൊക്കെ ഉണ്ട്. There are many great people in this world that knows this doctrine much more than we do. നമ്മളെക്കാളും നല്ല രീതിയിൽ അവർ പറഞ്ഞതുകൊണ്ടോ പഠിപ്പിച്ചത് കൊണ്ടോ അവര് ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. Just because they know this inside out doesn't mean that they will invert the നാം kingdom of എന്ത് God. പഠിക്കുന്നു, എന്ത് കേൾക്കുന്നു, അത് ജീവിതത്തിൽ ആക്കി തീർക്കുവാൻ, ജീവിത ശൈലിയിലൂടെ അത് കാണിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. What you learn, what you understand, you need to make that evident in your life. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. റെവലേഷൻ വെളിപ്പാട് 2:24 വാക്യം കൂടെ നോക്കാം. Revelation 2:24. 2:24. എന്നാൽ ഈ ഉപദേശം അവിടെ നമ്മൾ വായിക്കുന്നു, ഡോക്ടറിൻ എന്നുള്ള വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. And you see the word teaching or doctrine. എന്നാൽ പ്യൂറായിട്ട് ദൈവം നൽകുന്ന കാര്യങ്ങൾ, ഉപദേശങ്ങളെ കൈക്കൊള്ളാതെ സാത്താന്റെ ഉപദേശം, സാത്താന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ കെട്ടിൽ നീ വീണാൽ നിനക്ക് ദൈവരാജ്യാവകാശം കഴിയില്ല എന്ന് യേശു പറയുന്നു. And Jesus says that if you do not hold on to the doctrines and have not learned Satan's
so-called deep secrets. ഈ കോൺടെസ്റ്റ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വാക്യങ്ങൾ പെട്ടെന്ന് നാം ഓടിച്ചു നോക്കണം. And if you need to understand this context, you have to come back to the book of 1 അതിന്റെ 1-ാമത്തെ Timothy, വാക്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. verses 1. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിക്കുന്നു, എന്നാൽ ഭാവി കാലത്ത് ചിലർ, ഇവിടെ ഇംഗ്ലീഷിൽ ഇരിക്കുന്നു, the spirit clearly says എന്നാണ് NIV എഴുതിയിരിക്കുന്നത്. And in NIV it says in 4 verses 1, the Spirit clearly says. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ആ അധ്യായം ഒരുപാട് പ്രാവശ്യം മലയാളത്തിലും ഇംഗ്ലീഷിന്റെ പല വേർഷനിൽ വായിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ വായിച്ചപ്പോഴാണ് ഒത്തിരി തെളിവായിട്ട് അത് മനസ്സിലാകുന്നത്. As I studied this chapter in many different versions, when I read it in English is when it made more sense. ഭാവി കാലത്തെ അവസാന ദിവസങ്ങളിൽ And in the later times during the end times, ദൈവാത്മാവ് പറയുന്നു, the Spirit clearly says, വിശ്വാസത്തെ ത്യജിക്കുന്ന അനേകരുണ്ട്. there will be some who abandon their faith. Praise the Lord. Hallelujah. അവിടെ എഴുതിയിരിക്കുന്നു, in the spirit clearly says എന്ന് പറഞ്ഞാൽ വ്യക്തമായി നമ്മോട് പറയുന്നു. The Spirit clearly says during these end times. Hallelujah. Hallelujah. പലപ്പോഴും ഒരു ചെയിൻ ഓഫ് കമാൻഡ് പറയുന്നതുകൊണ്ട് is it clear എന്ന് നിങ്ങൾ ചോദിക്കുന്നത് നാം കേട്ടിട്ടുണ്ട്. And sometimes you hear certain people ask, is it clear? എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? That means what you say, do you completely understand അങ്ങനെ it? ചോദിക്കുന്നതിന്റെ ഒരു കാരണമുണ്ട്, നീ ഇത് ചെയ്തിരിക്കണം. And the reason why it's being asked is ഈ because പറയുന്നത് ഇടത്തോട്ടോ വലത്തോട്ടോ നിനക്ക് തിരിയുവാൻ കഴിയത്തില്ല. from what you said, you cannot stray left or right. അത് ഇവിടെ അമേരിക്കയിൽ ഒരുപാട് ഉപയോഗിക്കും, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വെച്ചാൽ ഇത് പറയുന്ന കാര്യങ്ങൾ വളരെ സ്പഷ്ടമായോ. There is a phrase that is being used called crystal clear, which means, are you sure of what you എന്ന് say? വെച്ചാൽ ഇതിന് വേറെ ക്ലാരിഫിക്കേഷന്റെ വേറെ കാര്യങ്ങളെ ഒന്നും ആവശ്യമില്ല. It means that there is no longer a need for a clarification on that matter. പറയുന്ന കാര്യങ്ങൾക്ക് ഇനി ഡൗട്ട് ഒന്നും വെക്കണ്ട. There is no doubt in what I have said. ഇതിനകത്ത് ഒരു ഹിഡൻ അജണ്ടയും ഇരിപ്പില്ല. There is no hidden agenda in what I said. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവസാന നാളുകളിൽ അതേ മനുഷ്യനെ തെറ്റിക്കുന്ന ദുഷ്ടശക്തികൾ ദുരാത്മാവ് ഇറങ്ങി വരും, അവർ മനുഷ്യനെ വിശ്വാസത്തിൽ തെറ്റിക്കും. Is it clear for you, Timothy? And that is why he tells Timothy, is it clear to you that the Spirit says that at the end times some people will abandon their faith? ആ ചാപ്റ്റർ മുഴുവൻ വായിച്ചപ്പോൾ 2 പദങ്ങളാണ് എന്നെ ഒരുപാട് പ്രാവശ്യം There സ്പർശിച്ചത്. are 2 phrases that profoundly struck me as I read this ആ chapter. 2 പദത്തിന്റെയും സ്റ്റാർട്ടിംഗ് ക്ലിയർലി ആൻഡ് ക്ലോസ്ലി, ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. The 2 phrases that Paul uses are clearly and closely. ഇനി നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. Let's go forward again. അങ്ങനെ അത് ആരംഭിക്കുന്നതിന് ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ്. Therefore, this chapter starts off with a statement. അവിടെ പറയുകയാണ്, അനേകർ അവരുടെ വിശ്വാസം ത്യജിക്കും. And some will abandon their faith. Praise the Lord. ആരാണ് ത്യജിക്കുന്നത്? വിശ്വാസികൾ അവരുടെ സത്യവിശ്വാസത്തെ, സത്യമായ ഉപദേശത്തെ ത്യജിച്ചു കളയും. Who are these people who will abandon it? The believers who had a faith at one time. എന്ന് പറഞ്ഞാൽ അനേക നാളുകൾ ദൈവത്തെ ആരാധിച്ച വചനമൊക്കെ കേട്ട് ഉപദേശമൊക്കെ നന്നായി അറിയുന്നവർ ഒരു സമയം വരും, അവർ ഈ സത്യോപദേശത്തെ മുറുകെ പിടിക്കാതെ, അതിന് വില കൊടുക്കാതെ അതിനെ ഉപേക്ഷിച്ചു കളയും. These people who once had the faith in Christ will abandon their faith during the end time. Praise the Lord. Hallelujah. ഞാൻ praise the Lord എന്ന് പറയുന്നത്, is it clear? I should ask you, is it clear? പൗലോസിന്റെ ഭാഷ പറയും, is it clear? In the words of Paul, is it clear to you? ഇതിനകത്തിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. And there is no doubt that anyone has. അവരെന്താണെങ്കിലും പഠിപ്പിക്കാൻ പോകും. നമുക്ക് പെട്ടെന്ന് I വായിക്കാം. know what they're going to teach. 4-ാം വാക്യം. 4 verses 3. അവര് അവിടെ എഴുതിയിരിക്കുകയാണ്, അവര് വിവാഹം വിലക്കുകയും സത്യം ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോട് 2 കാര്യം. ഒന്ന്, ഇങ്ങനത്തെ ചിന്താഗതിയുള്ളവർ വിശ്വാസം ത്യജിച്ചിട്ട് വിവാഹം വിലക്കുന്ന ഒരു കൂട്ടരേക്കാണ്. And you see a group of people, after abandoning their faith, they also forbid marriage. വിവാഹം എല്ലാവർക്കും മാന്യമായ കാര്യമാണ് തിരുവചനം പറയുന്നത്. Marriage is honorable to all. Praise the Lord. Hallelujah. എന്നാൽ ഒരു കൂട്ടർ അങ്ങനെയുള്ളവർ വരും, വിവാഹം വിലക്കുന്നവർ. But there will be a group that comes out of this that forbids marriage. മാത്രമല്ല എല്ലാ ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ വരും. But there will be also a group that says that they're going to abstain from certain foods. ഈ 2 കൂട്ടർ പറയുന്ന കൂട്ടരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Have you seen these 2 group of people anywhere? Can I see your hands? വിവാഹം കഴിച്ചില്ല, കുഴപ്പമില്ല, കഴിക്കണ്ട, ചില ആഹാരങ്ങളൊന്നും കഴിക്കണ്ട. നമ്മുടെ സൗകര്യം ആഹാരം കണ്ടിട്ടില്ല. Praise the Lord. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. I have seen a lot of people with this type of mentality. കർത്താവിന്റെ വരത്തിൽ ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവസാന കാലം വന്നിട്ടില്ല. And if that is so, the end time is not near. Praise the Lord. Hallelujah. അവർ പറയുന്നത് ചില ആഹാരങ്ങളൊന്നും കഴിക്കണ്ട. They say that abstain from certain type of food. പിന്നെ നാം മുന്നോട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് പോവുകയാണ്. Then we go forward again. പിന്നെ
പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, ഇങ്ങനെയുള്ള ചതികളിൽ നീ വീഴരുത്. Do not be deceived in such misfortune. ഇങ്ങനെയുള്ള ചതികളിൽ നീ വീഴാതിരിക്കണമെങ്കിൽ നീ പഠിച്ചിരിക്കുന്ന ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. If you shouldn't fall into these mistruths, you should hold on to the faith that you have. പിന്നെ തിമോഥെയോസ് ഒരു യങ്മാൻ ആയതുകൊണ്ട് ചില ഉപദേശങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട്. Because Timothy was a young man, Paul gives him certain instruction. അതിനെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, command and teach these things. ഏതായി ഈ ഉപദേശങ്ങളൊക്കെ നീ പഠിപ്പിക്കുവാൻ അതായത് നീ സമർത്ഥനായിരിക്കണം, ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. Paul instructs Timothy to command and teach these things. Praise the Lord. Hallelujah. എപ്പോഴും ടീച്ച് തന്നെ ചെയ്താൽ പോരാ, പ്രസംഗിക്കുക തന്നെ പോരാ, കമാൻഡ് ചെയ്യണമെന്ന് തിമോഥെയോട് പറയുന്നു. And he's instructing Timothy not just teach the word of God but also command it. നമ്മുടെ പെന്തക്കോസ്ത് ചർച്ചിലൊന്നും ആരും കമാൻഡ് ചെയ്യാറില്ല. In our Pentecost church we don't see anyone commanding. എന്നാൽ ഞങ്ങളൊക്കെ പള്ളിയിലെ യാക്കോബിലൊക്കെ ആയിരുന്നപ്പോൾ അത് മെത്രാപ്പോലീത്ത എഴുത്തുകളൊക്കെ വരുമ്പോൾ അത് വായിക്കുന്നത് വളരെ കമാൻഡിങ് എഴുത്തുകളാണ്. But when we were in the Jacobite background, the great letters from the priest, they are very commanding to read. അതിന്റെ ലാംഗ്വേജ് ഒക്കെ മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് നാം അറിയിക്കുന്ന ഇങ്ങനെയുള്ളതായ പദങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. And the words that have been written there talks about a great declaration to us. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ആരും കമാൻഡ് ചെയ്തില്ല. And we are not going to command you. എന്നാൽ ഉപദേശം നാം മുറുകെ പിടിക്കേണ്ടവരാണ്. But you have to get a hold of the teaching. പിന്നെ തിമോഥെയോസിനോട് പറയുകയാണ്, നീ ഉപദേശമൊക്കെ മുറുകെ പിടിക്കണമെങ്കിൽ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ നീ നോക്കിക്കോണം. There's one thing that you got to be careful of if you need to hold on to this. നിന്നെ ആരും താണനിലത്തിൽ നോക്കാൻ പാടില്ല. Don't let anyone look down on you. 12-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Verses 12. അതെങ്കിലും മലയാളത്തിൽ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് നമ്മൾ വായിക്കുന്നു. And it says that because you are young, so that no one might look down on you. ഇംഗ്ലീഷ് വായിക്കുന്നത്, do not let anyone look down on you. നിന്നെ ആരും ഒരു കുറഞ്ഞവനായി കാണാൻ പാടില്ല. Praise the Lord. അപ്പോൾ ഉപദേശം കീപ്പ് ചെയ്യുന്ന ചെറുപ്പക്കാരനാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അതിന്റെ നിലയിൽ തന്നെ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മെ ഒരു താണ നിലയിൽ മനുഷ്യർ കാണാൻ വേണ്ടിയായിരിക്കും. Therefore, whether you be a young person or an old person, if you do not hold on to that doctrine, and people might look at you and look down on you. ഒരു സമയത്ത് ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയവരെയൊക്കെ മറ്റുള്ള ആൾക്കാരെ ഒരു താണ നിലയിൽ നോക്കുകയുണ്ടായി. At one time, people who have gotten out for this faith, people have looked down on them. കാരണം അവരെ പലതും വിട്ടിറങ്ങിയതുകൊണ്ട് അവരെ ആ രീതിയിലാണ് കണ്ടത്. Why? Because they left a lot of things, they sacrificed a lot of things. എന്നാൽ ഞാൻ ശക്തമായി പറയട്ടെ, നാം വിട്ടിറങ്ങിയതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടമായില്ല. എന്നാൽ സത്യ ഉപദേശത്തെ നാം ലഭിച്ചിരിക്കുന്നതിനെ നാം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മയും ആ കണ്ടുകൊണ്ട് ജനങ്ങൾ കാണാൻ വേണ്ടിയെത്തി. There is nothing to lose in your life because you got out for this faith. But if you lose hold of that doctrine, then you are going down into destruction. തിമോഥെയോസിനോട് 11-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ എന്തൊക്കെയാണ് ഏൽപ്പിക്കുന്നത് അതൊക്കെ നീ ചെയ്യണം. And there in verses 13 he gives you certain instructions. Whatever I give you, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പരസ്യവും നടത്തുന്ന പോലെ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് വചനം വായിച്ച് കേൾപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. And there used to be a commonality where people have gathered, they usually preach among them. പൗലോസ് പറയാണ്, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവ ശ്രദ്ധിച്ചിരിക്കണം. And you have to do the reading of the scripture and teaching them. എന്നാൽ 16-ാം വാക്യത്തിന്റെ പൂർണ്ണത പറയണമെങ്കിൽ 15-ാം വാക്യത്തിൽ നാം ഒന്ന് വായിക്കാം. And if you need to see that completion, you need to come to verses 15. അവിടെ ഞാൻ വായിക്കുന്നത്, be diligent in all these matters, give yourself wholly to them. നീ നിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിന്നെ പൂർണ്ണമായി ഇതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. You have to be diligent in all these matters and submit yourself wholly to them. Give yourself wholly, fully to these things. ഹല്ലേലൂയ. അപ്പോൾ ഉപദേശത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ നാം നമ്മെ മുഴുവനുമായി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഉപദേശത്തെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. If you need to stand strong with the doctrines that you have to completely surrender your life for Christ. ഉപദേശത്തിൽ പതർന്ന അനേകരെ കണ്ടിട്ടുണ്ട്. There are many people who stray away in their doctrine. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പാമ്പിനെ കാണുമ്പോൾ എന്താ കാണിക്കുന്നത്? അറിയോ, വാലെന്തോ കാണിക്കല്ലേ? പ്രൈസ് ദി ലോർഡ്. ഉപദേശത്തിൽ അതെ മുറുകെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യത്തിനൊത്ത് അത് ഇളകി മറിയുന്ന അനേകരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. There are many people who stray away from the doctrine that they knew based upon the experiences that they faced. എന്നാൽ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, തിമോഥെയോസേ, നീ നിന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊടുക്കണം. But Paul reminds Timothy that hold on to the doctrine that you know. ഈ അടുത്ത 5 മിനിറ്റ് നമുക്ക് പെട്ടെന്ന് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം അത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. Let's come very quickly
quick to Revelation 2 verses 18. വെളിപ്പാട് പുസ്തകം 2:18 നമുക്ക് നോക്കാം. അവിടെ നമുക്ക് വായിക്കുന്നതാണ് ഞാൻ പറയാം. അത് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ അത് 7 സഭകളെ കുറിച്ചുള്ള ദൂതുണ്ട്. There are doctrines given to 7 churches in chapter 2 and 3 of Revelation. 7 സഭകൾ 7 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്നും ആ പർട്ടിക്കുലർ സഭകൾക്ക് വേണ്ടി മാത്രമുള്ള ദൂതാണെന്നൊക്കെ പറയുന്നവരുണ്ട്. And there are people who said that these 7 churches have been written about in 7 different ഞാൻ times. വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം ഒരുപാട് പേര് എഴുതിയത് വായിച്ചിട്ടുണ്ട്. I've read about the translation. Many people written about book of Revelation. ഇന്ത്യൻസും അമേരിക്കൻസും ഒരുപാട് പേര് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. I've read about many different books written about the book of എന്നാൽ Revelation. ഒരു പുസ്തകവും മറ്റേ ആൾ എഴുതിയതിനോട് സമമായി പാരലായിട്ട് ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. But not one book is similar to the other. കാരണം ഇത് ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഓരോരുത്തർക്കും അവർക്ക് ലഭിച്ച അറിവിനൊത്തവണ്ണമാണ് അത് എഴുതിയിരിക്കുന്നത്. The reason because this book talks about what is going to happen in the future. Each one is different from the other. ഞാൻ കുറച്ചുകൂടെ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പെന്തിക്കോസ് എന്ന് പറയുന്ന ആൾക്കാരുടെ വെളിപ്പാട് പുസ്തകം വായിക്കാൻ ഞാൻ വായിച്ചിട്ടുണ്ട്. There's a book written by a group called the Pentecost, and I've read that book as well. അപ്പോൾ ഓരോരുത്തരുടെയും വ്യൂസ് വളരെ വ്യത്യസ്തമാണ്. The views that different people express are different. എന്നാൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കോമൺ ഒരു പോയിന്റ് ഉണ്ട്. ഈ 7 സഭകളും കേവലം 7 സഭകൾക്ക് വേണ്ടി 7 കാലഘട്ടത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ ദൂതാണ്. There is one thing that is unique and that is same towards all these books, that they say that this letter written to the 7 churches is for everyone. അവിടെ നമ്മൾ വായിക്കുന്നത് തുയത്തയിലെ സഭയുടെ ദൂതൻ എഴുതുക. And this is written to the church in Thyatira. Praise the Lord. അവിടെ തുടങ്ങുന്നത് നിന്നെക്കുറിച്ച് എനിക്ക് ഒരു കുറ്റം പറയാനുണ്ട്. And there is one thing false that I know about you. എന്നാൽ അതിന്റെ മേലിൽ പെർഗമസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ But when he writes to the church in Pergamum, 14th വാക്യത്തിൽ nevertheless I have a few things against you. and in verses 14 he talks about nevertheless I have a few things against you. എന്നാൽ തുയത്തയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 2:20 വാക്യത്തിൽ nevertheless I have this against you. ഒരു കാര്യം നിനക്കെതിരായിട്ടുണ്ട്. But when he comes to the church of Thyatira, he says, nevertheless, I have this thing against you. എല്ലാ കാര്യങ്ങളും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് തുയത്തയിലെ സഭയെ മാത്രം നമുക്ക് നോക്കാം. I would just like to focus on this church കാരണം today. ഒരുപാട് കാര്യം പെർഗമസിനെ കുറിച്ച് പറയണം. അതുകൊണ്ട് പോട്ടെ, തുയത്തയിലെ സഭയിലെ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. And let's look at what this one thing is. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് 20th വാക്യത്തിൽ, എങ്കിലും താൻ പ്രവാചകൻ എന്ന് പറഞ്ഞ് ദുർനട പാചരിപ്പാനും വിഗ്രഹങ്ങൾ തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. And this is what they say against them, is that you tolerate that woman Jezebel, who calls herself a prophetess. ശ്രദ്ധിച്ച് കേൾക്കണമേ, നമ്മൾ വളരെ അനലൈസ് ചെയ്ത് ഡീപ്പായിട്ട് അതൊന്ന് ഒത്തിരി പ്രാവശ്യം വായിച്ചാൽ, And if you understand that and analyze it many times, ഒരു ചെറിയ കുറ്റമേ ഉള്ളൂ. it's a small false കർത്താവ് thing. പറയാണ്, യു ടോളറേറ്റ്, നീ ഒരു കാര്യം അനുവദിക്കുന്നു. And he says that there's one thing, and that is that you tolerate. Praise the Lord. Hallelujah. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ അനേക കാര്യങ്ങൾക്ക് നാം അനുവാദം കൊടുക്കാൻ പാടില്ല. And if you need to stand for the doctrine of faith in your life, you should not tolerate many things in life. ഞാനൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ടോളറൻസ് ഒരു വെർച്യു ആണ്. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. Tolerance is a virtue that many people like. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾക്ക് ചില കാര്യങ്ങൾ നാം ടോളറേറ്റ് ചെയ്ത് അനുവദിച്ചു കൊടുത്താൽ അത് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് ആ മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നു. But the word of the Lord strongly says that if you tolerate certain things that you should not, that does not please God. ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയാം. Let me give you a quick example. അത് ഈ അനുവാദം എന്നുള്ള വാക്യം നാം വായിക്കുമ്പോൾ മലയാളത്തിൽ പെർമിഷൻ കൊടുത്തതാണ് നാം ചിന്തിക്കുന്നത്. And this word in Malayalam says permission. എന്നാൽ ഇംഗ്ലീഷിൽ ടോളറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മൂടി കൊടുക്കുക, സമ്മതിച്ചു കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം But വരുന്നത്. in the word that is used in English is tolerate, is to understand and live by it. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ചോദിക്കുക, ഡാഡി എനിക്കിന്ന് പിന്നെ ഒരു 2 മണിക്കൂർ എനിക്ക് TV ഷോ കാണണം. And if one of our kids are asking, Dad, can I see the TV? നമ്മൾ അവർക്ക് 1/2 മണിക്കൂർ കാണാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. And imagine that you have only given permission for half an hour. വീണ്ടും 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 നമ്മളെ കമ്പൽ ചെയ്ത് നമ്മളെ ബോധം ചെയ്യുകയാണെങ്കിൽ അവസാനം നമ്മൾ ചെറുതായിട്ടൊന്ന് മൂടും. And again, as they bother us again and again, sometimes we agree to നമ്മൾ it. ഒരിക്കലും go ahead and do it and just open and watch it. ഞങ്ങൾ പറയുന്നത്
Praise the Lord. അതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. We never say that, okay, go ahead, son, watch as much as you want, but due to the pestilence, they might agree at the very end. That is known as tolerance. Tolerance is for the people, it is not for the principle. ഉപദേശത്തിന് വേണ്ടി, നിയമത്തിന് വേണ്ടിയല്ല ടോളറൻസ് നാം കാണിക്കേണ്ടത്, മനുഷ്യർക്ക് വേണ്ടിയാണ് കാണിക്കേണ്ടത്. You should have tolerance always for people, but never for principles. അനുദാഹരണം ഞാൻ പറയാം. നാം ഒരു വലിയ നല്ല മനോഹരമായ വലിയൊരു ബിൽഡിംഗ് വെക്കാന്ന് കൂട്ടുക. Imagine that you're building a great house. എഞ്ചിനീയർ എല്ലാം വരച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നു. The engineer has given us the architecture for it. നമ്മുടെ കോൺട്രാക്ടർ നല്ല സ്മാർട്ട് ആളോട് പറയും, ഇത്ര പൈസ ഒന്നും മുടക്കണ്ട, നമുക്ക് ചെറിയൊരു ഫൗണ്ടേഷൻ ഒക്കെ മതി, നമുക്ക് ബിൽഡിംഗ് പണിയാം. The contractor says that you don't need to spend too much money to make it cheap foundation. നമ്മൾ ആ ബിൽഡിംഗ് വെക്കുന്നെങ്കിൽ എന്ത് പറയും? And if we were to build that up, what would നമ്മളത് ടോളറേറ്റ് ചെയ്യുമോ? would you tolerate that? Praise the Lord. ഇല്ല, ഇവിടെ 72 ഡിഗ്രിയാണ് നമുക്ക് നല്ല നല്ല അറ്റ്മോസ്ഫിയർ എങ്കിൽ 65 വരെ നമുക്ക് ടോളറേറ്റ് ചെയ്യാം. And if 72 degrees in this hall is comfortable, we can tolerate up to 68. അതാ നമ്മളിവിടെ കട വരുമ്പോൾ 35 ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര തണുപ്പാന്ന് പറയും. But when you get into this hall, if it is only 35 degrees, you start complaining. അപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ അതിന്റെ ഒരു കപ്പാസിറ്റിയിലെ നാം ടോളറേറ്റ് ചെയ്യാറുള്ളൂ. For certain things, there is a limit to which you can tolerate things. Praise the Lord. Hallelujah. ഈ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയുന്നതായ ഒരു സ്വഭാവം തുയത്തിരയിലെ ചില വ്യക്തികൾക്ക് ഉണ്ടായിരുന്നു. And some people used to have that habit where they knew the doctrine, but they allowed tolerance in their life. അവസാനം ഞാൻ പിന്നെയും പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒറ്റ വിശ്വാസികൾ പോലും അങ്ങനെ പറയാൻ ഇടയാകരുത്. നാം പ്രാപിച്ചിരിക്കുന്ന പ്രത്യ ഉപദേശം, വിശുദ്ധ വിശ്വാസത്തെ അതേ നാം ടോളറേറ്റ് ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്നില്ല. Not even one believer sitting here should tolerate certain wrongdoings in their life. The Lord does not allow that. അത് ചെയ്താലും കുഴപ്പമില്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല. Whether I do this or that, it's okay. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. Whether I do this way or that way. മുഴുവൻ മുക്കിയിലും കുഴപ്പമില്ല, മണ്ണക്കിച്ച് തളിച്ചാലും കുഴപ്പമില്ല. And even if he's not immersed completely, or even if it's just sprinkled. Praise the Lord. Hallelujah. ഒരുപാട് കാര്യം നാം അറിഞ്ഞോ അറിയാതെയോ അതിനെ നാം മൂടുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഉള്ളിനോട് പറയുകയാണ് അത് ചെയ്യാൻ പാടില്ല. Knowingly or unknowingly, there are many things that we accept in our life. The Spirit of God says that do not do that. ഞാൻ വീണ്ടും പറയുന്നു, അതുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for that tolerance level. എന്നാൽ ഉപദേശത്തിന്റെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ നാം ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. But when you come to the true doctrine of the Word of God, when it comes to prayer, you should not have tolerance in your life. കർത്താവിന് വേണ്ടി നിന്ന അനേക കോടാനുകോടി ജനങ്ങൾ ഇന്ന് രക്തസാക്ഷികളായിട്ടുണ്ട്. And there are so many martyrs for Christ this day. അവർ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മരിക്കേണ്ടി വരുന്നില്ലായിരുന്നു. If they compromise a little bit in their life, കഴിഞ്ഞ they will be alive today. രാത്രിയിൽ നാം കേട്ടതുപോലെ പൗലോസിന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമായിരുന്നു, കർത്താവേ ഞാൻ റോമിലേക്ക് പോകയില്ല, എന്നെ സഹായിക്കണമേ, ഈ പ്രശ്നങ്ങളെ മാറ്റണമെന്ന്. Paul could have prayed that, oh Lord, I'm not going to Rome. Can you make this possible for me? എന്നാൽ ദൈവം നമ്മെ കടത്തിവിടുന്ന എല്ലാ സാഹചര്യത്തിലും But to all experiences that God makes us go അത് through, സന്തോഷത്തോടെ പാനപാത്രത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ, and if you lift up the cup and praise God, എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായാൽ, and if you have a positive attitude in life, നാം കൂടുതലായി സന്തുഷ്ടവാന്മാരായി തീരും. you will be happy in life. കർത്താവെയാണ് അങ്ങനെയുള്ളവരെ അവിടെ കിടപ്പിൽ ഞാൻ അവളെ സന്ദർശിക്കും. And it says that in his where they lay, I will visit them. അവരുടെ കാര്യം കർത്താവ് പറഞ്ഞ സമയങ്ങളിൽ അവസാനിപ്പിക്കുകയാണ്, എന്റെ സെഡ്യൂസ് മൈ സെർവന്റ്സ്, എന്റെ ദാസന്മാരെ തെറ്റിക്കുക, ചെറുതായി തെറ്റിക്കുക. And this is what the Lord says, that it seduces my servant. പെട്ടെന്ന് കില്ല് ചെയ്യുവല്ല, And it's not killing him completely. അത് മയക്കുമരുന്ന് കൊടുത്ത് അല്പം മയക്കുമരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ചെറിയ ഒന്നും മയക്കും, പിന്നെ മയക്കും. ഈ രീതിയിൽ നമ്മൾ ചെറിയ രീതിയിൽ തെറ്റിക്കുന്നതായ അവസ്ഥ. The wrongdoing happens very gradually in life. ഹല്ലേലൂയ. ഒരു ദൈവദാസനെ ഒരു ദൈവഭക്തനെ തെറ്റിച്ചാൽ അനേകം തെറ്റുവാനിടയായി തീരും. If one man of God is being seduced, if he's going wrong way, many people as a result. ഒരു വിശ്വാസിയെ തെറ്റിച്ചാൽ അനേകം തെറ്റുവാനിടയായി തീരും. One believer is made wrong, there are many people. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ഫൗണ്ടേഷനെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. Let's look at our foundation. എല്ലാവരും നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. Close our eyes. നമ്മൾ ഏത് ഫൗണ്ടേഷനിലാണ് ഇന്ന് പകൽക്കാലം നിൽക്കുന്നത്? Where is our foundation this morning? നമ്മുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ കുലുങ്ങുന്നുണ്ടോ? Is our foundation of faith shaking? അതെ, നമുക്ക് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ വരാം. There are many question marks before you. പലപ്പോഴും നമുക്ക് ആൻസർ കൊടുക്കാൻ വയ്യാത്ത പ്രയാസങ്ങൾ Many times you വരാം. cannot have the answers in front of പലതിനും you. നമുക്ക് പെർമിഷൻ കൊടുക്കുവാൻ കഴിയത്തില്ല. Many times you cannot give permission to certain അത് things. മിലിറ്ററി ലാംഗ്വേജിൽ പലതിനും നമുക്ക് നോ പറയേണ്ടി വരുന്നു. And in many times you have to say no to certain things. അങ്ങനെയുള്ളവരെ കർത്താവ് പറഞ്ഞു, ഞാൻ ഉള്ളവരെ അറിയുന്നു. അങ്ങനെയുള്ള ചിലരും എനിക്ക് തുയത്തേരയിലുണ്ട്. The Lord says that I know certain people like
അവരോട് കർത്താവ് പറയാണ് നിന്റെ ഉപദേശത്തെ നീ മുറുകെ പിടിച്ചുകൊള്ളുക. And the Lord says that hold on to your doctrine. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശത്തെ ലിക്വിഡൈസ് ചെയ്ത് അതിന്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തി അതിന്റെ സത്യത അതിന്റെ പവിത്രതയും നഷ്ടപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്നില്ല. The Lord does not allow you to dilute that doctrine or make it less concentrate. Hallelujah. ഹല്ലേലൂയ. തീമോഥെയോസിനോട് പറഞ്ഞതുപോലെ ഡെലിജന്റ്ലി പറയാണ് you surrender yourself, you commit yourself to this teaching. Just like Paul told Timothy, surrender yourself to these teachings. കർത്താവേ ഞാൻ വിശ്വാസത്തിന് വേണ്ടി നിൽക്കും. Lord, I'm going to stand for the faith. ഞാൻ അറിഞ്ഞ അറിവിന് വേണ്ടി നിൽക്കും. And what I know, I stand for it. ജോലി പോയെന്ന് വരാം, It might be that my എന്റെ job വീട് is gone. നഷ്ടപ്പെട്ടെന്ന് വരാം, My house might be എനിക്ക് gone. പലതും നഷ്ടപ്പെട്ടെന്ന് വരാം. Many things എന്നാൽ lost in എനിക്ക് my life. ലഭിച്ച ഉപദേശത്തിനൊത്തവണ്ണം ഞാൻ നിൽക്കുമെന്ന് ഇന്ന് പകൽക്കാലം തീരുമാനിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Praise God who stand firm for the doctrine. നമ്മുടെ മുമ്പിൽ അനേക പ്രയാസ സമയങ്ങൾ വരാൻ പോവുകയാണ്. There could be many tribulations before you. നമുക്ക് കർത്താവിനോട് ധീരതയോടെ നിൽക്കാം. And let us stand with God. നീ നിന്റെ ഉപദേശത്തെ സൂക്ഷിച്ചാൽ, And make sure you keep your life and your doctrine നീ straight. നിന്നെ തന്നെ സൂക്ഷിച്ചാൽ Preserve your life. നിന്റെ ഉപദേശം കേൾക്കുന്നവർ രക്ഷിക്കപ്പെടും. There is those അതിനെ who രക്ഷിക്കപ്പെടുവാൻ ഇടയാകട്ടെ. Hallelujah. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഈ തിരുവചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ദാസന്മാരെ തെറ്റിക്കുന്ന ദുഷ്ടശക്തിയുടെ വ്യാപാരം ഇന്ന് ലോകത്തിൽ അനേകടത്തുമുണ്ട്. അനേക വലിയ ശക്തന്മാരായ വീണുപോയ ഒരു പോർക്കളത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക കൃപ നൽകണമേ എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ.